ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സാധാരണമായി തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. സംഗീതം. നമ്മളിൽ പലരും ദിവസവും സംഗീതം കേൾക്കുന്നു. വീട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ, വിഷമിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ. ചിലപ്പോൾ നമുക്ക് സംഗീതം ഒരു വിനോദം മാത്രമാണ്. പക്ഷേ ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കണം. ഞാൻ കേൾക്കുന്ന ഓരോ ശബ്ദവും എൻ്റെ ഹൃദയത്തിൽ എന്താണ് പണിതുകൊണ്ടിരിക്കുന്നത്? കാരണം നമ്മുടെ ചെവിയിൽ പ്രവേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കുന്നു. നമ്മുടെ ചിന്തകൾ നമ്മുടെ മനോഭാവത്തെ സ്വാധീനിക്കുന്നു. മനോഭാവം നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു, ഒടുവിൽ നമ്മുടെ ജീവിതത്തെയും. അതുകൊണ്ട് സംഗീതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം, ഈ പാട്ട് എനിക്ക് ഇഷ്ടമാണോ എന്ന് മാത്രമല്ല, പകരം ഈ പാട്ട് എന്നെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ അതോ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണോ എന്നതാണ്. ആദ്യം തന്നെ ഒരു കാര്യം വ്യക്തമാകട്ടെ. സംഗീതം തന്നെ ദോഷമാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദൈവം തന്നെയാണ് സംഗീതത്തിൻ്റെയും സ്തുതിയുടെയും ഉറവിടം. സങ്കീർത്തനങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാനും സംഗീത ഉപകരണങ്ങളോടെ ഉപയോഗിക്കുവാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എഫേസ്യർ 5:19 ഇപ്രകാരം പറയുന്നു: നമ്മുടെ ഹൃദയം ഒരു വീട് പോലെയാണ്. നാം ആ വീട്ടിലേക്ക് എന്തൊക്കെ കൊണ്ടുവരുന്നു എന്നത് പ്രധാനമാണ്. നമ്മൾ ദിവസവും കേൾക്കുന്ന വാക്കുകൾ, കാണുന്ന കാഴ്ചകൾ, വായിലെ കാര്യങ്ങൾ, കേൾക്കുന്ന സംഗീതം, ഇവയെല്ലാം നമ്മുടെ ചിന്തകളിൽ ചെറിയ ചെറിയ വിത്തുകൾ വിതയ്ക്കാറുണ്ട്. എല്ലാ വിത്തുകളും ഉടൻ ഫലം തരണമെന്നില്ല, പക്ഷേ കാലം കഴിയുമ്പോൾ അതിൻ്റെ സ്വാധീനം കാണാം. അതുകൊണ്ട് ചോദിക്കാം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ എന്താണ് വിതയ്ക്കുന്നത്? ഇന്നിവിടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത 6 സംഗീതങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമതായി ഇരുട്ടിനെ മഹത്വപ്പെടുത്തുന്ന സംഗീതം. ഇരുട്ടിനെയും തിന്മയെയും ദുഷ്ടതയെയും മഹത്വപ്പെടുത്തുന്ന സംഗീതം. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത്. ഒരു പാട്ട് തിന്മയെ വെറുക്കേണ്ട ഒന്നായി കാണിക്കുന്നുണ്ടോ അതോ അതിനെ ആഘോഷിക്കുകയാണോ? ദൈവത്തെ പരിഹസിക്കുന്നതും പാപത്തെ മഹത്വപ്പെടുത്തുന്നതും ആത്മീയ ഇരുട്ടിനെ ആകർഷിക്കുന്നതുമായ അവതരിപ്പിക്കുന്ന സന്ദേശങ്ങൾ ആവർത്തിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ആത്മീയമായി നമുക്ക് നല്ലതാണോ എന്ന് ചിന്തിക്കണം. 1 കൊരിന്ത്യർ 10:20-21 വരെ പൗലോസ് വളരെ ഗൗരവമായി മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെയും ദുഷ്ടതയുടെയും വഴിയിൽ ഒരേ സമയം നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ പാട്ടും കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ചോദിക്കാം, ഈ സന്ദേശം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറാണോ? രണ്ടാമതായി, മനുഷ്യരെ വെറും കാമത്തിൻ്റെ വസ്തുക്കളാക്കി കാണിക്കുന്ന സംഗീതം. ഇന്ന് വളരെ സാധാരണമായി മറ്റൊരു കാര്യമാണിത്. മനുഷ്യൻ്റെ ശരീരത്തെയും ലൈംഗികതയെയും മാത്രം മുൻനിർത്തി സ്നേഹത്തെ പോലും വെറും കാമമായി അവതരിപ്പിക്കുന്ന വരികൾ. യേശു മത്തായി 5:28 ഹൃദയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് വളരെ ഗൗരവമായി സംസാരിക്കുന്നു. നമ്മുടെ കണ്ണുകളും ചിന്തകളും ഹൃദയവും എങ്ങനെ രൂപപ്പെടണം എന്ന് പ്രധാനമാണ്. ഫിലിപ്പിയർ 4:8 പൗലോസ് നമ്മോട് ചോദിക്കുന്നത് പോലെ, സത്യമായതും മാന്യമായതും നീതിയായതും ശുദ്ധമായതും സ്നേഹിക്കപ്പെടേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. അതുകൊണ്ട് ഞാൻ കേൾക്കുന്നതിലൂടെ എൻ്റെ ചിന്തകൾ ശുദ്ധീകരിക്കപ്പെടുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. മൂന്നാമതായി, ക്രൂരതയെയും ആക്രമണത്തെയും വിനോദമായി ആഘോഷിക്കുന്ന സംഗീതം. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരു കാര്യം ആവർത്തിച്ച് കാണിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ നമ്മുടെ പ്രതികരണം മാറാൻ കഴിയും. ആദ്യമായി കേൾക്കുമ്പോൾ ഞെട്ടിച്ച കാര്യം പിന്നീട് സാധാരണമായി തോന്നും. അതുകൊണ്ട് സങ്കീർത്തനം 11:5 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം ദുഷ്ടതയെയും ആക്രമണത്തോടെയുള്ള സ്നേഹത്തെയും ഗൗരവമായി കാണുന്നു. നമുക്ക് ചോദിക്കാം, എൻ്റെ ഹൃദയം എന്തിനെയാണ് ആഘോഷിക്കാൻ പഠിപ്പിക്കുന്നത്? ക്രൂരതയെയോ പ്രതികാരത്തെയോ വൈരാഗ്യത്തെയോ അതോ സ്നേഹത്തെയും കരുണയും ക്ഷമയെയുമാണോ? നാലാമതായി, അനുസരണക്കേടിനെയും നിയമലംഘനത്തെയും ഒരു അഭിമാനമായി അവതരിപ്പിക്കുന്ന സംഗീതം. ഇന്നത്തെ ലോകത്ത് പലപ്പോഴും പറയുന്ന ഒരു സന്ദേശമുണ്ട്, ആരും നിന്നോട് എന്ത് ചെയ്യണമെന്ന് പറയണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, നിനക്ക് ആരെയും അനുസരിക്കേണ്ടതില്ല, സ്വാതന്ത്ര്യം എന്നത് തെറ്റല്ല. പക്ഷേ ബൈബിൾ പറയുന്ന സ്വാതന്ത്ര്യം പാപത്തിൻ്റെ അടിമയാകാനുള്ള സ്വാതന്ത്ര്യമല്ല. റോമർ 13:1-2 ആധികാരികത്തെയും
അനുസരണത്തെയും കുറിച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട് അനുസരണക്കേടിനെ തന്നെ ഒരു ഹീറോയിക് ഐഡൻറ്റിറ്റിയായി നമ്മൾ വളർത്തുന്ന സന്ദേശങ്ങളെക്കുറിച്ച് ജാഗ്രത വേണം. കാരണം നാം ദിവസവും എന്തിനെ മഹത്വപ്പെടുത്തുന്നു എന്നത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ എന്തിനെ സംരക്ഷിക്കും എന്നതിനെ സ്വാധീനിക്കും. അഞ്ചാമതായി, ആത്മീയ അവസ്ഥ മാറ്റാൻ റൂട്ടൽ രീതികൾ ഉപയോഗിക്കുന്ന സംഗീതങ്ങൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചില സംഗീതങ്ങളോടൊപ്പം ആവർത്തിക്കുന്ന ശബ്ദം, ട്രാൻസ് പോലെയുള്ള രീതികൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന രീതികൾ കാണാം. ക്രൈസ്തവ ജീവിതത്തിൽ ആത്മീയ അനുഭവം തേടുമ്പോൾ നമ്മുടെ അടിസ്ഥാനമാക്കേണ്ടത് ദൈവവചനവും ക്രിസ്തുവുമായിരിക്കണം. ആത്മീയ അനുഭവം ഉണ്ടായി എന്ന് തോന്നുന്നത് മാത്രം സത്യത്തിൻ്റെ തെളിവല്ല. 2 കൊരിന്ത്യർ 11:14 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വഞ്ചന പലപ്പോഴും ആകർഷകമായ രൂപത്തിൽ വരാം എന്നതാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനം തോന്നി, അതിനാൽ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് മാത്രം തീരുമാനിക്കരുത്. നമ്മുടെ അനുഭവങ്ങളെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കാം. ആറാമതായി, ദൈവത്തിന് പകരം സംഗീതം നമ്മുടെ ആശ്വാസമായി മാറുന്നത്. ഇതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടതായ കാര്യം. ഒരു പാട്ട് കേൾക്കുന്നത് തന്നെ പാപമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ദിവസം നമുക്ക് വേദന വന്നാൽ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഹെഡ്ഫോൺ എടുക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നതിന് മുമ്പ് ഒരു പർട്ടിക്കുലർ സോങ് അന്വേഷിക്കുന്നു. ദൈവവചനം തുറക്കുന്നതിന് മുമ്പ് പ്ലേലിസ്റ്റ് തുറക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം: എൻ്റെ ആശ്വാസം ആദ്യ ഉറവിടം ആരാണ്? സങ്കീർത്തനങ്ങൾ 42:11 പറയുന്നു: എൻ്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എത്ര മനോഹരമായ വാക്കുകൾ! സംഗീതം നമ്മെ ആശ്വസിപ്പിക്കാം, സുഹൃത്തുക്കൾ നമ്മെ ആശ്വസിപ്പിക്കാം, കുടുംബം നമ്മെ ആശ്വസിപ്പിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നും വരരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതുവരെ പറഞ്ഞത് കേട്ട് ഇനി ഞാനൊരു പാട്ടും കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പകരം വിവേകത്തോട് തിരഞ്ഞെടുക്കുക. ഒരു പാട്ട് കേൾക്കുമ്പോൾ 5 ചോദ്യങ്ങൾ ചോദിക്കുക. ഈ പാട്ടിൻ്റെ സന്ദേശം എന്താണ്? ഇത് എൻ്റെ ചിന്തകളെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഇത് പാപത്തെ സാധാരണമായി കാണിക്കുന്നുണ്ടോ? ഇത് എൻ്റെ ഹൃദയത്തിൽ സമാധാനവും വിശുദ്ധിയും വളർത്തുന്നുണ്ടോ? ഏറ്റവും പ്രധാനമായി, ഇത് എന്നെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ അകറ്റുകയാണോ? ഇന്ന് രാത്രി നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കാനാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കോപം കൂടുന്നുണ്ടോ? ചിലത് കേൾക്കുമ്പോൾ തെറ്റായ ചിന്തകൾ വരുന്നുണ്ടോ? ചിലത് കേൾക്കുമ്പോൾ ദൈവത്തെ മറക്കുകയാണോ? ചിലത് നിങ്ങളെ നിരാശയിലേക്കും പ്രതികാരത്തിലേക്കും കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ധൈര്യം കാണിക്കുക. നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുകയല്ല, നിങ്ങളുടെ ഹൃദയത്തെ സംരക്ഷിക്കുകയാണ്. ദൈവം സംഗീതത്തിന് എതിരല്ല. ദൈവം സംഗീതത്തിൻ്റെ സൃഷ്ടാവാണ്. അതുകൊണ്ട് സംഗീതത്തെ ഉപേക്ഷിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല. പകരം സംഗീതത്തെ ശരിയായ സ്ഥലത്ത് നിർത്തുക. സംഗീതം ദൈവത്തിലേക്കുള്ള വഴിയാകട്ടെ, ദൈവത്തിന് പകരമാകരുത്. നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നതല്ല, പണിതെടുക്കേണ്ടവയാണ്. നമ്മുടെ ചെവിയിൽ പ്രവേശിക്കുന്ന വാക്കുകൾ നമ്മുടെ ആത്മാവിനെ ഇരുട്ടിലേക്കല്ല വെളിച്ചത്തിലേക്കാണ് നയിക്കേണ്ടത്. എഫേസ്യർ 5:19 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സങ്കീർത്തനങ്ങളും സ്തോത്രങ്ങളും ആത്മീയ ഗീതങ്ങളും കൊണ്ട് കർത്താവിനെ പാടാം. ജീവൻ നൽകുന്ന ശബ്ദങ്ങൾ തിരഞ്ഞെടുക്കുകയും നിങ്ങളുടെ ആത്മാവിനെ പണിയുന്ന വാക്കുകൾ തിരഞ്ഞെടുക്കുകയും നിങ്ങളെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും സംഗീതത്തിന് കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.